ഈ മഫ്ത ധരിക്കുന്നത് ഒരു മുസ്ലിം മതവിശ്വാസിയുടെ അത്യാവശ്യമായ, ഒഴിവാക്കാൻ കഴിയാത്ത ഒരു പ്രധാനപ്പെട്ട വസ്ത്രധാരണമാണോ അല്ലയോ? അതിവിടെ മീഡിയകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മുസ്ലിം പെൺകുട്ടി ശിരോവസ്ത്രം ധരിക്കണമോ വേണ്ടയോ എന്നും ആ ശിരോവസ്ത്രം എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിന്റെ പരിധിയിൽ പെടുമോ ഇല്ലയോ എന്ന് വിധി പറയേണ്ടത് ആരിഫ് ഹുസൈൻ അല്ല, ഹമീദ് ചന്ദമംഗലൂരല്ല, അല്ലെങ്കിൽ എം കാരശ്ശേരിയല്ല, അതേപോലെയുള്ള അഭിപ്രായ പ്രകടനം നടത്തുന്ന ആളുകളല്ല. അക്കാര്യത്തിൽ തീർപ്പ് പറയേണ്ടത് മതം പ്രാക്ടീസ് ചെയ്യുന്ന മതപണ്ഡിതന്മാരാണ്. സമൂഹത്തിൽ മതവിധി പറയുന്ന, മതവിജ്ഞാനമുള്ള, മതത്തെക്കുറിച്ച് സമൂഹത്തെ ഉത്ബോധിപ്പിക്കുന്ന, ആ ഉത്ബോധനങ്ങൾ സമൂഹം സ്വീകരിക്കാൻ മാത്രം പാകമുള്ള അത്തരത്തിലുള്ള മതപണ്ഡിതന്മാരാണ് ഇത് ആ പട്ടികയിൽ പെടുമോ ഇല്ലയോ എന്ന് പറയേണ്ടത്. എന്നാൽ അത്തരം വാദഗതികളെല്ലാം പഴഞ്ചനായും പിന്തിരിപ്പനായും ഒക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് വളരെ ബോധപൂർവം ഇവിടെ ഇത്തരത്തിലുള്ള ചില സവർണ സാംസ്കാരികമായിട്ടുള്ള ചില പൊതുബോധം നിർമ്മിക്കുന്ന ആളുകളിലൂടെ മുസ്ലിങ്ങളുടെ അവകാശങ്ങളെ, അവരുടെ മൗലികമായ അവകാശത്തെയൊക്കെ ഇങ്ങനെ ചോദ്യം ചെയ്യാനും അതിനെ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ഗൗരവതരമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരം ഒരു പൊതുബോധ നിർമ്മിതിക്കെതിരായിട്ടുള്ള ചികിത്സയാണ് ഇന്ന് കേരളീയ സമൂഹത്തിൽ ആവശ്യം. ആ ചികിത്സ സമുദായ നേതൃത്വം നടത്തണം, ആ ചികിത്സ രാഷ്ട്രീയ പാർട്ടികൾ നടത്തണം, ആ ചികിത്സയിൽ സർക്കാരിന് പങ്കാളിത്തമുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞാൽ പ്രസ്താവന നടത്തി വീരവാദം മാത്രം മുഴക്കേണ്ട ഒരാളല്ല, അദ്ദേഹം ആക്ഷൻ നടത്തേണ്ട ആളുകൂടിയാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ തട്ടവുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രം പ്രസ്താവന നടത്തുന്നതോടുകൂടി ഒരാൾ അത്രത്തോളം ഒരു മെച്ചപ്പെട്ട ആളാകുന്നില്ല. ഈ കോഴിക്കോട് നഗരത്തിലാണ് കഴിഞ്ഞ വർഷം പ്രൊവിഡൻസ് സ്കൂളിൽ അവിടുത്തെ ഒരു പെൺകുട്ടിക്ക് ശിരോവസ്ത്രം ധരിക്കാൻ അവകാശം നിഷേധിക്കപ്പെടുന്നു, പരാതി പറയുന്നു, PTA അത് തള്ളിക്കളയുന്നു, അവസാനം ഇതേപോലെ TC വാങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. അന്നും ഇതേ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആ കുട്ടിയോട് കൂടെ നിൽക്കാൻ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഇതേ വിദ്യാഭ്യാസ മന്ത്രിക്ക് തന്നെയാണ് ആ കുട്ടിയും രക്ഷിതാവും പരാതി നൽകിയത്. എന്താണ് ആ വ്യത്യാസം? എവിടെയാണ് ആ വ്യത്യാസം ഉണ്ടായത് എന്നത് പലപ്പോഴും ഇന്നിപ്പോ പുറത്തു വന്നിട്ടില്ല. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ തട്ടവിവാദം ഉണ്ടായപ്പോൾ തന്നെ തട്ടമഴിച്ച് വിട്ടുവീഴ്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കണം എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു. അവരും രാഷ്ട്രീയ രംഗത്ത് മുതിർന്ന തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. തട്ടം അഴിച്ചു വെച്ച് വിട്ടുവീഴ്ച ചെയ്ത് നമ്മുടെ സാമുദായിക സൗഹാർദ്ദത്തിനൊന്നും ഒരു കോട്ടവും പറ്റാത്ത വിധം ഈ പ്രശ്നം പരിഹരിക്കണം. തട്ടം അഴിച്ചു വെച്ച് പരിഹരിക്കേണ്ടതല്ല, തട്ടം ധരിച്ചുകൊണ്ട് ഭരണഘടനാനുസൃതമായി ഭരണഘടന നൽകുന്ന മൗലികമായ അവകാശത്തിന് വിധേയമായി പരിഹരിക്കേണ്ടതാണ്. അപ്പോഴാണ് ഭരണഘടനാപരമായ ഒരു പരിരക്ഷ ഈ സമൂഹത്തിന് ലഭ്യമാവുകയുള്ളൂ.